സോ ഇതാണ് റിയൽമിയുടെ അൾട്രാ ഫോൺ. സോ നമ്മൾ സാംസങ്ങിൻ്റെ അൾട്രാ ഫോൺ കണ്ടു, ഷൗമിക്ക് അൾട്രാ ഫോൺ ഉണ്ട്, അതുപോലെ തന്നെ വിവോ, ഓപ്പോ ഈ പറഞ്ഞ എല്ലാ ബ്രാൻഡുകൾക്കും ഒരു അൾട്രാ ഫോൺ ഉണ്ട്. എന്നാൽ ആ അൾട്രാ ഫോണുകൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ അൾട്രാ ഫോൺ ആണെങ്കിൽ ഈ ഫോൺ ഒരു മിഡ് റേഞ്ച് അൾട്രയാണ്. എനിവേ, നിങ്ങൾ ഒരു റിയൽമി യൂസർ ആണോ? ആണെങ്കിൽ ഏതാണ് ആ ഫോൺ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ഈ അടുത്തിടെ വന്നിരിക്കുന്ന സിലിക്കൺ കാർബൺ ടെക്നോളജി ഉണ്ടല്ലോ, സ്മാർട്ട് ഫോൺ ബാറ്ററീസിൽ വന്നിരിക്കുന്ന പുതിയ ടെക്നോളജി, ഈ ടെക്ക് കാരണം ഈ ഫോണിൽ 6000 mAh ഒരു യമണ്ടൻ ബാറ്ററിയാണ് വരുന്നത്. എന്നാൽ തിക്നെസ് 7.69 mm ആണ്, 186 gram ആണ് വെയിറ്റ്. ഓക്കെ, സോ തീർച്ചയായിട്ടും ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്ലിം ഫോൺ എന്ന് പറയാൻ പറ്റും. ചുറ്റുമുള്ള ഫ്രെയിം ഉണ്ടല്ലോ, അത് ഫ്ലാറ്റ് ആണ്, എന്നാൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കർവ് ആയി വരുന്നത് കൊണ്ട് ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ബാക്കിൽ ദൈ കാണുന്ന റെക്ടാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് തന്നിരിക്കുന്നത്. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ റെഡ്, പിന്നെ ഒരു ബ്ലൂ കളർ ഉണ്ട്. ഈ രണ്ടിലും വീഗൻ ലെതർ ആണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് വീഗൻ ലെതർ വേണ്ടെങ്കിൽ ഈ കാണുന്ന വൈറ്റ് കളർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ഫോൺ IP69 റേറ്റിംഗുമായാണ് വരുന്നത്. ഫോണിന്റെ മേളിൽ നോക്കുകയാണെങ്കിൽ 2 മൈക്ക് ഉണ്ട്, IR ബ്ലാസ്റ്റർ ആൻഡ് ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ്. റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. താഴെ സിം ട്രേ ഉണ്ട്, മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഫ്രണ്ടിൽ 6.83 ഇഞ്ച് സൈസ് ഉള്ള ഒരു വലിയ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ വലിയ ഡിസ്പ്ലേ ആണ്, ഒരു കൈ കൊണ്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ വൺ ഹാൻഡ് ഫോൺ. ഓക്കെ, സോ നല്ലൊരു വൈഡ് വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. 4 സൈഡിൽ നിന്നും കർവ് ആവുന്ന ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. യൂട്യൂബിൽ 4K HDR പ്ലേബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Gorilla Glass 7 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 1200 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും അതാ കണ്ടില്ലേ, ടെക്സ്റ്റും ഫോട്ടോസും വീഡിയോസ് ഒക്കെ നല്ല വെയിലത്തും ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. ലോ ബ്രൈറ്റ്നെസ്സിൽ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ ഫോണിൽ PWM ഡിമ്മിങ്ങിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ റെയിൻ സ്മാർട്ട് ടച്ച് എന്നൊരു ഫീച്ചർ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ചാറ്റൽ മഴയൊക്കെ വീഴുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേയിൽ വാട്ടർ ഡ്രോപ്സ് ഉണ്ടെങ്കിലും നോ പ്രോബ്ലം, ഫോൺ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഡിസ്പ്ലേ ടച്ചൊക്കെ നല്ലോണം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇത് മഴ വീഴുമ്പോൾ മാത്രമല്ല കേട്ടോ, ഇപ്പം അറിയാലോ സമ്മർ സീസൺ ആണ്. സോ നല്ല ചൂടായിരിക്കും. ആ സമയത്ത് നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ഗെയിമിംഗ് ചെയ്യുമ്പോൾ, നിങ്ങളൊരു PUBG അല്ലെങ്കിൽ COD ഗെയിമർ ആണെങ്കിൽ അറിയാം, തം ഫിംഗറിൽ മൊത്തം ഇങ്ങനെ വേർപ്പ്, ഇങ്ങനെ ഭയങ്കര സ്വെറ്റി ആയിരിക്കും. ആ സമയത്തും വലിയ പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. MediaTekന്റെ Dimensity 8350 ചിപ്സെറ്റുമായി വരുന്ന ലോകത്തിലെ ഫസ്റ്റ് ഫോണാണ് റിയൽമി P3 Ultra. സോ ഈ ചിപ്സെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. കൂടെ നല്ല ഫാസ്റ്റ് സ്പീഡുള്ള LPDDR5X RAM ആൻഡ് UFS 3.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. സോ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതാ കണ്ടില്ലേ, 14 ലക്ഷത്തിന് മേലുള്ള ANTUTU സ്കോർ ആണ് തരുന്നത്. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 88% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി. സോ പവർഫുൾ ആൻഡ് സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ്. അത് ഈ ഫോണിന്റെ പെർഫോമൻസിൽ കാണാനുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ColorOS 15 ഉണ്ടല്ലോ, ColorOS ആണെങ്കിലും റിയൽമി UI ആണെങ്കിലും Oxygen OS ആണെങ്കിലും ഇതെല്ലാം ഒരമ്മ പെറ്റ 3 മക്കളാണ്. ഓക്കെ, സോ സെയിം സംഭവമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ റിയൽമി UI ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കിൽ വർക്കാവുന്നത് ColorOS ആണ്. എന്നാൽ ഈ ലേറ്റസ്റ്റ് ColorOS വന്നതിന് ശേഷം ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത്നെസ് ആണ്. പ്രത്യേകിച്ച് ഈ ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, നമ്മൾ ആപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുമ്പോഴും നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. 828, 8256 ആൻഡ് 12GB 256GB ആണ് 3 RAM സ്റ്റോറേജ് വേരിയൻസ്. റിയൽമി ഫോണിൻ്റെ കൂടെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 30,000 താഴെ വരുന്ന ഫോൺ ആണ്, 3 വർഷത്തെ അപ്ഡേറ്റ് കൊടുക്കാമായിരുന്നു. പിന്നെ ഈ മിഡ് റേഞ്ച് റിയൽമി ഫോണുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഈ ബ്ലോട്ട്വെയർസ്, ഒരുപാട് ഈ ബബിൾ ഷൂട്ടറും പസൽ മേക്കറും പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. എന്നാൽ ഈ ഫോണിൽ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനും ഇല്ല. യെസ്, ബ്ലോട്ട്വെയർസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, നെറ്റ്ഫ്ലിക്സ്, ഇതൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. എന്നാൽ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് വരുന്നുണ്ട്. ഓക്കെ, അതാ കണ്ടില്ലേ, ഇതിൻ്റെ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് വേറെ എങ്ങും തൊടാതെ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഈ ഒരു കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള, അതായത് ഈ ഫോണിലുള്ള റിയൽമിയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ബ്രൗസർ ആണെങ്കിലും ആപ്പ് മാർക്കറ്റ് ആണെങ്കിലും അതെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഡിസേബിൾ ചെയ്താൽ പിന്നെ അത് ഇവിടെ വരൂല, ആപ്പ് ഡ്രോറിലൊന്നും വരൂല. കംപ്ലീറ്റ്ലി ക്ലീൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ കൊണ്ടുവരാം. വെരി നൈസ്. പിന്നെ സർക്കിൾ വരച്ച് സെർച്ച് ചെയ്യാൻ പറ്റുന്ന സർക്കിൾ ടു സെർച്ച് ഫീച്ചർ, AI സ്മാർട്ട് ലൂപ്പിന്റെ ഫീച്ചർ ഉപയോഗിച്ച് നമുക്കൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ആപ്ലിക്കേഷൻസിന്റെ ഒരു കെറോസൽ തുറന്നു വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഈ സംഭവം പേസ്റ്റ് ചെയ്തിട്ട് അവിടെ ഓപ്പൺ ആക്കാം. പിന്നെ ഈ കാണുന്ന AI റൈഡർ ഫീച്ചർ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ട്വിറ്ററിലൊക്കെ നിങ്ങളൊരു പോസ്റ്റ് ആവാൻ വേണ്ടി പോവുകയാണെങ്കിൽ
നിങ്ങൾ സബ്ജക്റ്റ് മാത്രം എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ ഒരു ഷോർട്ട് പാരഗ്രാഫ് ഇത് എഴുതി തരും. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന മീറ്റിംഗ് ആണെങ്കിലും ഇൻ്റർവ്യൂസ് ആണെങ്കിലും പോഡ്കാസ്റ്റ് ആണെങ്കിലും അതിൻ്റെയും സമ്മറി നമുക്ക് ഇതിൻ്റെ റെക്കോർഡർ ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട്. സോ അൾട്രാ ഫോൺ ആണല്ലോ, നല്ല പവർഫുൾ ചിപ്സെറ്റ് ഉണ്ടല്ലോ. സോ എങ്ങനെയുണ്ട് ഗെയിമിംഗ് പെർഫോമൻസ് എന്നറിയാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്, എനിക്കറിയാം. സോ BGMIയിൽ എക്സ്ട്രീം പ്ലസ്, അതായത് സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് 90 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി FPS ട്രാക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് 90 FPS കിട്ടൂല. അതായത് ഇങ്ങനെ 90 FPS പിടിച്ചിങ്ങനെ ചെയ്യുന്ന ആ സംഭവം ഇവിടെ കിട്ടൂല. ഓക്കെ, ആവറേജ് നോക്കുകയാണെങ്കിൽ 82-83 FPS കിട്ടുന്നുണ്ട്. അത് സ്റ്റേബിളായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ വളരെ സ്മൂത്ത്, അതായത് റിയൽമി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് ഉണ്ട്. അതായത് നമ്മൾ തൊടുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഗൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഫാസ്റ്റ് റെസ്പോൺസ്, ലാഗ് ഇല്ലാത്ത റെസ്പോൺസ്, അത് ഭയങ്കര ഹൈ ആണെന്നൊക്കെ റിയൽമി പറഞ്ഞു. ഞാനിങ്ങനെ വിചാരിച്ച് ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോഴും പറയുകയാണ്, കോൺസ്റ്റന്റ് 90 FPS അല്ല, 82-83 FPS ആണ് കിട്ടുന്നത്. ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലും കളിച്ച് നോക്കിയിരുന്നു. അവിടെയും 120 FPS അൺലോക്ഡ് ആണ്, സ്മൂത്ത് അൾട്രാ ഓപ്ഷൻ അൺലോക്ഡ് ആണ്. അവിടെയും നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. സോ ഓവറോൾ ഈ ഷൂട്ടിംഗ് ഗെയിംസിന് വേണ്ടിയൊക്കെ അടിപൊളിയാണ്. യെസ്, നമ്മൾ ഹെവി ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ഇളം ചൂട്, ഒരു ലൈറ്റ് ഹീറ്റ് നമുക്കിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫീൽ ആവും. എനിക്കത് ഫീൽ ആയി, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അത് വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഹീറ്റ് വരുന്നത് ആ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചിപ്സെറ്റ് ആണല്ലോ ചൂടാവുന്നത്, അതിൽ നിന്ന് ഇങ്ങനെ ചൂട് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്ന ഒരു പ്രക്രിയയാണ് ഈ സംഭവം. നമുക്ക് ഫീൽ ആവുന്നത് ഇവിടെ ഹീറ്റ്, പ്രത്യേകിച്ചും സമ്മർ സീസണിൽ. എന്നാൽ നോർമൽ യൂസ്, അതായത് ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള അനാവശ്യമായ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ 5G കണക്ടിവിറ്റി, നെറ്റ്വർക്ക് റിസപ്ഷൻ, ഡൗൺലോഡ് സ്പീഡ്, ഇതിൻ്റെ ഇയർ പീസിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. നോ കംപ്ലയിൻസ്. 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളർഫുൾ വാം ഫോട്ടോസ് ആണ് തരുന്നത്. ഈവൻ സ്കിൻ ടോണും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പോർട്രേറ്റ് മോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1x and 2x ഈ രണ്ട് മോഡിൽ എടുക്കാൻ പറ്റും. ഈ 2x എന്ന് പറയുന്നത് ടെലിഫോട്ടോ ക്യാമറ ഉള്ള 2x അല്ല, കാരണം ഇവിടെ ടെലിഫോട്ടോ ക്യാമറ വരുന്നില്ല. മെയിൻ ക്യാമറ ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്യുന്നതാണ് 2x. നോർമൽ പോർട്രേറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ 1xലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നല്ലതാണ്. കട്ടൗട്ടും ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. 2x പോർട്രേറ്റ് ഫോട്ടോസിൽ എന്തോ ഒരു സംഭവം, അതായത് ചില ഫോട്ടോസിൽ പ്രത്യേകിച്ച് നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ അതാ കണ്ടില്ലേ, ഫേസ് ഒക്കെ കണ്ടമാനം സ്മൂതൻ ചെയ്യുന്നുണ്ട്. ക്യാമറ UIയിലുള്ള റീടച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് മേക്കപ്പ് അല്ലെങ്കിൽ സ്മൂതൻ ചെയ്യുന്ന ഓപ്ഷൻ, ആ ഓപ്ഷൻ കംപ്ലീറ്റ്ലി 0 ആക്കി. അതിനുശേഷം കുറച്ചും കൂടി ബെറ്റർ ഔട്ട്പുട്ടാണ് കിട്ടിയത്. എന്നാലും ചെറിയ രീതിയിലുള്ള സ്കിൻ സ്മൂതനിങ് ഈ ഫോൺ ചെയ്യുന്നുണ്ട്. അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ഓക്കെ ആണ്, അങ്ങനെ വലിയ കംപ്ലയിൻസ് ഇല്ല. 8 മെഗാപിക്സൽ അല്ലേ ഉള്ളൂ. സോ ഡീറ്റെയിൽസ് കുറവാണ്, പക്ഷേ കളേഴ്സ് ഉണ്ടല്ലോ, മെയിൻ ക്യാമറ വെച്ച് നോക്കുമ്പോൾ കളേഴ്സ് ഒരു പരിധി വരെ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറ പെർഫോമൻസ് എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, ചില ഫോട്ടോസിൽ നമ്മുടെ ഫേസിൻ്റെ സ്കിൻ ടോൺ എന്തോ പോലെ ഇരിക്കുന്നു, അതായത് ഭയങ്കരമായിട്ട് ഓവർ ഷാർപ്പനിങ് ചെയ്യുന്ന പോലെ തോന്നുന്നു. എന്നാൽ ചില ഫോട്ടോസിൽ നല്ല സ്മൂത്തനിങ്ങും ചെയ്യുന്നുണ്ട്. സോ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇതിൻ്റെ സെൽഫി ക്യാമറ പെർഫോമൻസ്. മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വീഡിയോ ക്വാളിറ്റി നല്ലതാണ്. അതായത് OIS ആൻഡ് EIS രണ്ടും വർക്ക് ചെയ്യുന്നതുകൊണ്ട് 4K 60 FPS തന്നെ നല്ല സ്റ്റേബിൾ വീഡിയോ ആണ് കിട്ടുന്നത്. സോ നോർമൽ സെൽഫി വീഡിയോ പെർഫോമൻസ് ഇതാണ്. ഓക്കെ, സോ 1080p 30 FPS 60 FPS ഉണ്ട്, 30 FPS ഉണ്ട്. 30 FPSലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെബിലൈസേഷനും ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഫേസ് ഒക്കെ ക്ലിയർ ആണ്, ചെറിയ രീതിയിലുള്ള സ്മൂത്തനിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോയിൽ പറഞ്ഞില്ലായിരുന്നു, ആ സെയിം സംഭവം ഇവിടെ ഉണ്ട്, സെൽഫി വീഡിയോയിലും ഉണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 1080p റെസൊല്യൂഷനിൽ ഇത്തരത്തിലുള്ള പോർട്രേറ്റ് അല്ലെങ്കിൽ ബൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. Wi-Fi 6 ആൻഡ് Bluetooth 5.4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് നല്ലതാണ്. പ്രത്യേകിച്ചും നമ്മൾ ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും വോളിയം കൺട്രോൾ ചെയ്യുമ്പോഴും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. NFC-ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. ഈ റിയൽമി P3 അൾട്രയുടെ സ്റ്റാർട്ടിംഗ് ആക്ച്വൽ ഒറിജിനൽ പ്രൈസ് ആണ് 26,999 രൂപ. എന്നാൽ ബാങ്ക് ഓഫറും എക്സ്ചേഞ്ച് ഓഫർ എല്ലാം ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 22,999 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. എന്നാൽ റിയൽമി ഇത് എന്ത് ഭാവിച്ചാന്ന് എനിക്ക് അറിയില്ല. ഈ 30,000 റുപ്പീസിൻ്റെ താഴെയുള്ള പ്രൈസ് സെഗ്മെൻറ്റിൽ, അതായത് 25,000 തൊട്ട് 30,000 രൂപയുടെ പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ആ പ്രൈസ് സെഗ്മെൻറ്റിൽ എത്ര റിയൽമി ഫോൺസ് ആണ്. അതായത് റിയൽമിയുടെ നമ്പർ സീരീസ് ഉണ്ട്, 14 Pro, Pro Plus, നാർസോ സീരീസ് ഉണ്ട്, റിയൽമിയുടെ GT60 അതും ഈ പ്രൈസിലാണ് വരുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് റിയൽമിയുടെ P3 അൾട്രയും എക്സാക്ട്ലി ഇതേ പ്രൈസ് സെഗ്മെന്റിൽ വന്നിരിക്കുകയാണ്. എൻ്റെ സത്യസന്ധമായ സജഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഈ ഓഫർ പ്രൈസ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വാങ്ങുന്നുണ്ടോ ഇല്ലയോ നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ പറയുന്ന ഓഫർ പ്രൈസിൽ വാങ്ങാൻ നോക്കുക. അതായത് 26,999 രൂപയുടെ പ്രൈസ് എനിക്ക് കുറച്ച്
കൂടുതലായിട്ട് തോന്നി. കാരണം ഈ 30,000 താഴെയുള്ള പ്രൈസ് സെഗ്മെൻറ്റ് ഭയങ്കര കോമ്പറ്റീഷനുള്ള പ്രൈസ് സെഗ്മെൻറ്റാണ്. അറിയാലോ, ഒരുപാട് തരത്തിലുള്ള ഫോൺസ്, ഓൾറൗണ്ട് ഫോൺസും പെർഫോമൻസ് ഫോൺസൊക്കെ കിട്ടുന്നുണ്ട്. സോ ആ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി, പെർഫോമൻസ് തരുന്ന വാല്യൂ ഫോർ മണി ഫോണാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് ഫോണുകളുടെ അൺബോക്സിംഗ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ഇട്ട് തരാം. ക്ലിക്ക് ചെയ്യുക, കാണുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.